ഏകാന്തത അതൊരാളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും അല്ലേ? മാക്സിം ഗോർക്കിയുടെ ബിലവഡ് ബോലസ് എന്ന കഥ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനൊരു ലോകത്തേക്കാണ്. മുൻവിധികളും മനുഷ്യബന്ധങ്ങളുടെ ആഴവുമൊക്കെ പറയുന്ന ഈയൊരു കിടിലൻ കഥ നമുക്കൊന്ന് നോക്കാം. അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരാളുടെ രൂപം മാത്രം നോക്കി ആള് ശരിയല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചോ, കാരണം ഈ കഥ മുന്നോട്ടു പോകുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോ കഥയുടെ പശ്ചാത്തലം മോസ്കോ ആണ്. നമ്മുടെ കഥാനായകൻ ഒരു വിദ്യാർത്ഥി അവിടെയാണ് താമസിക്കുന്നത്. അയാൾക്ക് പോളണ്ടുകാരിയായ തെരേസ എന്നു പേരുള്ള ഒരു അയൽവാസിയുണ്ടായിരുന്നു. പക്ഷേ അവരെക്കുറിച്ചുള്ള ആദ്യത്തെ ഇംപ്രഷൻ അതൊട്ടും നല്ലതായിരുന്നില്ല. തെരേസയുടെ രൂപം അയാളെ ശരിക്കും ഭയപ്പെടുത്തി കളഞ്ഞു. നല്ല ഉയരമുണ്ട്, നല്ല കരുത്തുള്ള ശരീരം, ഇടതൂർന്ന കറുത്ത പുരികങ്ങൾ, ഒരു പരുക്കൻ മുഖം, പോരാത്തതിന് ഒരുതരം ഗാംഭീര്യമുള്ള ശബ്ദവും. ഇതൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് ശരിക്കും പേടിയായി. അവരെ കാണുമ്പോഴേക്കും വാതിലടയ്ക്കും, അവരെ ഒഴിവാക്കി നടക്കും, എങ്ങനെയെങ്കിലും അവിടുന്ന് താമസം മാറണം എന്നുവരെ അയാൾ ആലോചിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കഥയിലൊരു ട്വിസ്റ്റ് വരികയാണ്. അതുവരെ കണ്ട കരുത്തയായ സ്ത്രീയിൽ നിന്ന് തീർത്തും വ്യത്യസ്തയായി ഒരു ചെറിയ അപേക്ഷയുമായി തെരേസ അയാളുടെ മുന്നിലെത്തുന്നു. അവരുടെ ആ ഗാംഭീര്യമുള്ള ശബ്ദം അതാദ്യമായിട്ടൊന്ന് പതറി, ഒരു യാചന പോലെ മൃദുവായി. എനിക്ക് നാട്ടിലേക്കൊരു കത്തയക്കണം എന്ന ആ ഒരൊറ്റ അപേക്ഷ കേട്ടപ്പോൾ അയാൾ ഞെട്ടി. മുന്നിൽ നിൽക്കുന്നത് താൻ പേടിച്ചിരുന്ന ആ സ്ത്രീയെ അല്ലായിരുന്നു. അങ്ങനെ അയാൾ എഴുതാനിരുന്നു. തെരേസ പറഞ്ഞു തുടങ്ങി, എന്റെ പ്രിയപ്പെട്ട ബോലസ്, എന്റെ പ്രിയതമൻ, എന്റെ വിശ്വസ്തനായ കാമുകൻ, നിന്റെ ദുഃഖിതയായ കുഞ്ഞുപ്രാവായ തെരേസയ്ക്ക് നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എഴുതാതിരുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ, അത്രയ്ക്ക് റൊമാൻറ്റിക്കായ വാക്കുകൾ, അതും സ്വയം വിശേഷിപ്പിച്ചത് ഒരു കുഞ്ഞു പ്രാവ് എന്ന. ഇത് കേട്ടതും അയാൾക്ക് ചിരി വന്നു. 5 അടിയിൽ കൂടുതൽ പൊക്കമുള്ള നല്ല കരുത്തുള്ള ആ സ്ത്രീയാണോ ഈ പറയുന്നത്? ദുഃഖിക്കുന്ന ഒരു കുഞ്ഞു പ്രാവെന്ന്? അവരുടെ രൂപവും ഈ വാക്കുകളും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. അയാൾക്കൊരേ സമയം കൗതുകവും സംശയവും തോന്നിത്തുടങ്ങി. അങ്ങനെ കുറച്ചാഴ്ചകൾ കടന്നുപോയി. തെരേസ വീണ്ടും വന്നു. പക്ഷെ ഇത്തവണത്തെ ആവശ്യം കേട്ടപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു. തന്നെ ആരോ പറ്റിക്കുകയാണോ എന്ന് നമ്മുടെ കഥാനായകന് ശരിക്കും സംശയം തോന്നിത്തുടങ്ങി. കാരണം ഇത്തവണ ബോലസിനെ എഴുതാനല്ലായിരുന്നു, നേരെ തിരിച്ച് ബോലസ് വേറൊരു തെരേസയ്ക്ക് എഴുതുന്നത് പോലെ ഒരു മറുപടി എഴുതണം. ഇത് കേട്ടതോടെ അയാൾക്കുറപ്പായി, ഇതെന്തോ തട്ടിപ്പാണ്, ഇവര് വെറുതെ നുണ പറഞ്ഞ് തന്നെ കളിപ്പിക്കുകയാണ്. ആ സംശയം പതിയെ ദേഷ്യമായി മാറി. തന്നോടടുക്കാൻ വേണ്ടി അവർ കളിക്കുന്ന ഒരു നാടകമാണിതെന്ന് അയാൾ ഉറപ്പിച്ചു. എന്നിട്ട് വളരെ പരുഷമായി തന്നെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എന്നോട് നുണ പറയുകയാണ്. എനിക്ക് നിങ്ങളുടെ സുഹൃത്തോ കാമുകനോ ഒന്നുമാകണ്ട. അയാളുടെ ഈ കടുത്ത വാക്കുകൾ കേട്ടതോടെയാണ് കഥ അതിന്റെ ഏറ്റവും വൈകാരികമായൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ വെച്ചാണ് ആ വലിയ രഹസ്യം പുറത്തുവരുന്നത്. അത് കേട്ട് തെരേസ ആകെ തകർന്നുപോയി. അവർ പേടിച്ചു വിറച്ചു. ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. അവരുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തനിക്കെന്തോ വലിയൊരു തെറ്റുപറ്റിയെന്ന് കഥാനായകന് ആദ്യമായി തോന്നി. ഒടുവിൽ അവർ ആ സത്യം പറഞ്ഞു. അയാളുടെ എല്ലാ മുൻവിധികളെയും തകർത്തെറിഞ്ഞ ആ വാക്കുകൾ. ഒരു ബോലസുമില്ല, ഒരു തെരേസയുമില്ല, ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ. അപ്പോ ഇതായിരുന്നല്ലേ കാര്യം? അവരുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിന് പിന്നിൽ കടുത്ത ഏകാന്തതയായിരുന്നു. അതിനെ മറികടക്കാൻ അവർ തന്നെ കണ്ടെത്തിയ ഒരു വഴി. അതായത് ബോലസ് എന്നൊരു സാങ്കല്പിക സുഹൃത്തിനെ ഉണ്ടാക്കുന്നു, അയാൾക്ക് കത്തെഴുതുന്നു, എന്നൊക്കെ മറ്റൊരാളെക്കൊണ്ട് അത് വായിപ്പിക്കുമ്പോൾ ആ സുഹൃത്ത് ശരിക്കും ഉള്ളതുപോലെ അവർക്ക് തോന്നും. ആലോചിച്ചു നോക്കൂ, ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറ്റാൻ അവർ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു അത്. അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യജീവിയല്ലേ? ഞാൻ അവന് കത്തെഴുതിയതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടായില്ലല്ലോ. ഈ ചോദ്യം ശരിക്കും നമ്മൾ ഓരോരുത്തരോടുമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം, അതിൽ തെറ്റുണ്ടോ? തന്റെ ഈ ചെറിയ കള്ളം ആരെയും വേദനിപ്പിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ അവരുടെ നിസ്സഹായത മുഴുവനുമുണ്ട്. അങ്ങനെ കഥ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകന്റെ കാഴ്ചപ്പാടിൽ വരുന്ന വലിയൊരു മാറ്റമാണ്. അതോടൊപ്പം ഈ കഥ നമുക്ക് തരുന്ന വളരെ ആഴത്തിലുള്ള ഒരു സന്ദേശവും. ആ സത്യം അറിഞ്ഞപ്പോ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പിന്നൊരു മടിയും കൂടാതെ അയാൾ ആഴ്ചയിലെ 2 തവണ തെരേസയ്ക്ക് വേണ്ടി കത്തുകൾ എഴുതാൻ തുടങ്ങി, ബോലസിലേക്കും ബോലസിൽ നിന്നും. അങ്ങനെ അയാളുടെ മുൻവിധികളെല്ലാം മാറി. അവിടെ സഹാനുഭൂതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സൗഹൃദം വളർന്നു.
കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരുപക്ഷെ ഇതാണ്: ഒരു മനുഷ്യൻ എത്രത്തോളം കൈപ്പേറിയത് രുചിക്കുന്നുവോ അത്രയധികം ജീവിതത്തിലെ മധുരത്തിനായി വിശക്കും. ശരിയല്ലേ? ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവർക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും വല്ലാത്തൊരു കൊതിയായിരിക്കും. തെരേസയുടെ ജീവിതം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗോർക്കി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിൽ പലരും ഞാൻ ശരിയാണ്, എനിക്കെല്ലാം അറിയാം എന്നൊരു ചിന്തയുടെ മൂടൽമഞ്ഞിലാണ് ജീവിക്കുന്നത്. ആ മൂടൽമഞ്ഞിൽ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണാൻ പറ്റില്ല. അത് പലപ്പോഴും തെരേസയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ക്രൂരവും വിഡ്ഢിതപരവുമായ വിലയിരുത്തലുകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോ ഈ കഥയെക്കുറിച്ചുള്ള സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ മുൻവിധികളുടെ ആ മൂടൽമഞ്ഞിൽപ്പെട്ട് ആരുടെയൊക്കെ വേദനയും ഒറ്റപ്പെടലുമാണ് നമ്മൾ കാണാതെ പോകുന്നത്? ആലോചിച്ചു നോക്കൂ, ഇതുപോലെ എത്ര തെരേസമാർ നമുക്ക് ചുറ്റുമുണ്ടാകും?